നമസ്കാരം. കുമാറേ, 27 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും രാജധാനിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ താമരക്കാലം വരികയാണ്. ഒരുപക്ഷെ വലിയ അതിശയോക്തിയോ ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുമ്പേ അവതരിപ്പിച്ചത്. കാര്യം BJPയുടെ അവിടുത്തെ ഒരു പ്രചരണ ശൈലി മാത്രമല്ല, ആപ്പിനും കോൺഗ്രസിനുമൊക്കെ സമീപകാലത്ത് സംഭവിച്ച ഒരു മൂല്യച്യുതി, ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രവചനം എന്ന പോലെ തന്നെ എക്സിറ്റ് പോളുകൾക്ക് മുമ്പേ തത്വമായി പറഞ്ഞിരുന്നു, ഇക്കുറി എന്തായാലും BJP ഡൽഹി പിടിക്കും. അതും നമ്മളന്ന് പറഞ്ഞത് സീറ്റ് സഹിതമാണ്. 43 മുതൽ 50 സീറ്റുകൾ വരെ BJP നേടുമെന്നാണ്. ഏറെക്കുറെ നമ്മളുടെ കണക്കുകൾ കൃത്യമായിരിക്കുന്നു. 48 സീറ്റോടു കൂടിയാണ് തിളക്കമാർന്ന വിജയത്തിൽ എതിരില്ലാതെ BJP എത്തിയിരിക്കുന്നത്. ഈ BJPയുടെ വിജയമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നതെങ്കിലും അതിനേക്കാളും ഒക്കെ ചർച്ച ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനപ്പുറം ദില്ലി ഭരിച്ച ആപ്പിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ദില്ലി പിടിച്ചെടുക്കാൻ മുൻപന്തിയിൽ നിന്ന കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് പരാജയങ്ങളും കൃത്യമായി തന്നെ നമ്മൾ ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്ത് തോന്നുന്നു കുമാറിന്? BJPയുടെ വിജയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ആദ്യം ഇത് രണ്ടും എന്താണ് സംഭവിച്ചത്? അല്ല, ആപ്പിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരമേ ഉള്ളൂ, അഴിമതി. കോൺഗ്രസിനും എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതും അഴിമതി. അല്ല, നമുക്കറിയാം, ഇന്ത്യ ഒരു 10 കൊല്ലം, ഒരു 15 കൊല്ലം മുമ്പ് UPA ഇന്ത്യ ഭരിച്ചിരുന്നപ്പോഴൊക്കെ ഈ അഴിമതി നിറഞ്ഞു നിന്ന സമയത്ത് പോലും അന്ന് കോൺഗ്രസിന് ഒരു വിജയ തിളക്കമുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. പക്ഷേ ആളുകളുടെ ഒരു മനോഭാവം, അല്ലെങ്കിൽ ആളുകൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നതിന്റെ തെളിവല്ലേ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളുടെ പോക്ക്? തീർച്ചയായും അതിന് ആപ്പിന്റെ ചരിത്രം നമ്മൾ നോക്കണം. ആം ആദ്മി പാർട്ടി ഒരു സിവിൽ മൂവ്മെന്റിലൂടെയാണ് രാഷ്ട്രീയ പാർട്ടിയായി മാറിയത്. അതെ, ആ സിവിൽ മൂവ്മെന്റിനെ പിളർത്തിയാണ് രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത്. കാരണം അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും ഒരു കൈയും ഒരു മെയ്യുമായി നിന്നാണ് അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഭരണത്തിന് കീഴിൽ നടന്ന ലക്ഷം കോടികളുടെ അഴിമതിക്കെതിരെ, ആ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയതും ആ അഴിമതി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ച് ആ അഴിമതിക്കെതിരായി പ്രതികരിക്കാൻ ജനങ്ങളെ ഒരു പരിധിവരെ പ്രാപ്തരാക്കിയത് ഈ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അല്ല, ആം ആദ്മി അല്ല, സിവിൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. ഈ അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ നമ്മുടെ അണ്ണാ ഹസാരെയും ചേർന്ന് നയിക്കുന്ന ഒരു മൂവ്മെൻറ്റ്. ഒരു പരിധിവരെ ആ കാലഘട്ടത്തിൽ BJP അത്തരമൊരു വലിയ മുന്നേറ്റം നടത്തിയില്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി വരുന്നതോടുകൂടിയാണ് അഴിമതിക്കെതിരെ വലിയ ആക്രമണം BJP തുറന്നുവിട്ടത്. അത് ആ സമയത്ത് BJPക്കും ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതികളെ തുറന്നു കാട്ടുന്നതിലും അത്ര വലിയ ശക്തിയില്ലായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു കൊണ്ടിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ ഒരു ഭരണശൈലിയെ കടന്നാക്രമിച്ചു. ആ ഒരു സർക്കാരിൻ്റെ ഈ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മയെ പരിഹസിച്ചു, വികസന രാഹിത്യത്തെ പരിഹസിച്ചു. അങ്ങനെ നരേന്ദ്രമോദി ഒരു ഭാഗത്തു നിന്നും കടന്നാക്രമണം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വം അത്ര കണ്ട് അശക്തരായിരുന്നു. പ്രത്യേകിച്ചും 2009 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് തിരികെ ഭരണം പിടിക്കാനും കഴിഞ്ഞിരുന്നില്ല. അതൊക്കെ ഒരു നേതൃതലത്തിലെ പ്രശ്നങ്ങളായി പിന്നീട് വിലയിരുത്തപ്പെട്ടതാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് വലിയൊരു അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റ് പ്രസ്ഥാനം, അത് അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും ചേർന്ന് കെട്ടിപ്പടുക്കുന്നത്. അത് അവരുടേത് വെറുമൊരു പോരാട്ടമായിരുന്നില്ല, സഹന സമരം തന്നെയായിരുന്നു. ദിവസങ്ങളോളമാണ്. അതിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെക്കാളും അണ്ണാ ഹസാരെയാണ് ഈ ഒരു സ്ട്രോങ് മൂവ്മെന്റുമായി മുന്നോട്ട് വരുന്നത്. പക്ഷേ അന്ന് കൂടെ വിശ്വസിച്ച് നിർത്താം, അല്ലെങ്കിൽ മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് അണ്ണാ ഹസാരെയാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്നത്. പക്ഷേ ആ പ്രൊമോഷൻ ഇന്നിപ്പോൾ അസ്ഥാനത്തായി പോയി, വലിയൊരു തെറ്റായി പോയി എന്ന് അണ്ണാ ഹസാരെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൂടെ പറഞ്ഞിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ ആപ്പിന് ഒരു ബദൽ മൂവ്മെന്റിന് ഇനി സാധ്യതയുണ്ടോ? അതായത് അന്ന് തന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഇത് RSSൻ്റെ പണിയാണ്. ഇങ്ങനെ ജനങ്ങളെ ഈ അഴിമതി അല്ലെങ്കിൽ സർക്കാരിനെതിരെ തിരിക്കുന്നത് RSS ആണ്. അണ്ണാ ഹസാരെയെയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയെയും നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെയും പിന്നിൽ RSS ആണ് എന്നൊരു ആരോപണമാണ് അന്ന് പറഞ്ഞിരുന്നത്. അതൊരു പരിധിവരെ ശരിയാണ്. കാരണം RSS അല്ല ഇത് ഇവരുടെ പിന്നിലെങ്കിലും RSS ഇവരെ പിന്താങ്ങിയിരുന്നു. RSS ആവട്ടെ മറ്റ് UPയുടെ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു ശക്തമായ ആശയം. അതെ, അവര് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പിന്താങ്ങലൊന്നും അല്ലായിരുന്നു. പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ കീഴ്ത്തട്ടിലേക്ക് അവർ നിർദ്ദേശം കൊടുത്തിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു സമരവുമായി സഹകരിക്കാം, എല്ലാ സ്വയം സേവകരും ഇതുമായി
സഹകരിക്കണം എന്നൊരു നിർദ്ദേശം പ്രത്യേകിച്ചും മുംബൈയിലും ദില്ലിയിലും ഒക്കെയുള്ള പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവർ ശക്തി പ്രാപിക്കുന്നത്. ശക്തി പ്രാപിച്ച് ഇവർക്കെതിരെ, അഴിമതിക്കെതിരെ കൃത്യമായ പോരാട്ടം നടത്തി അതിനുശേഷം സർക്കാർ മാറുന്നു. സർക്കാർ ഈ ഒരു പോരാട്ടത്തിൽ ആടി ഉലയുന്നു. അതിനുശേഷം സർക്കാർ നിലംപതിക്കുന്നു. അതിനുശേഷമാണ് ആം ആദ്മി പാർട്ടിയായി ഇത് മാറുന്നത്. ഇത് ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇവർ മാറുന്നത്. ഇവർ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരികയില്ല. ഇവരുടെ സമരത്തിലേക്ക് രാഷ്ട്രീയ നേതാക്കളെയൊന്നും അടുപ്പിച്ചിരുന്നില്ല. ത്രിവർണ്ണ പതാകയല്ലാതെ ഒരു കൊടിയും ഉയർത്താൻ ഇവർ അനുവദിച്ചിരുന്നില്ല. ആ ഒരു പ്രസ്ഥാനമാണ് പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത്. അതൊരിക്കലും അണ്ണാ ഹസാരേക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അന്ന് മുതൽ തന്നെ അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും രണ്ടായി. അതിനുശേഷം ഇന്നലെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന അത് വളരെയധികം രൂക്ഷമായ വിമർശനമാണ്. അതായത് അരവിന്ദ് കെജ്രിവാൾ മദ്യവും പണവും കണ്ട് മതിമറന്നു പോയിരിക്കുന്നു. ഒരിക്കലും തൻ്റെ കൂടെ നിന്ന് അരവിന്ദ് കെജ്രിവാൾ അല്ല ഇത്. ആ ഒരു പരാജയത്തിൻ്റെ കാരണം അത് തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. താൻ പറഞ്ഞതൊന്നും ഇദ്ദേഹം കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് പിന്നിൽ ഒരു അർബൻ നക്സൽ സ്വഭാവമുള്ള NGO സംഘടനകളുണ്ട് എന്ന ആരോപണം ആ ഒരു ഘട്ടത്തിലാണ്. അത് ഇവർ രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരം പ്രാപിക്കുമ്പോഴാണ് അത്തരമൊരു ആരോപണം വരുന്നത്. അതൊരു പരിധിവരെ ശരിവയ്ക്കും വിധത്തിലായിരുന്നു. ഒരു പരിധിവരെ ഈ സമരം ചെയ്യാൻ അരവിന്ദ് കെജ്രിവാൾ മിടുക്കനാണ്. പക്ഷേ ഭരണതലത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മ, അത് ആദ്യഘട്ടത്തിലൊക്കെ ഈ സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോഴൊക്കെ തന്നെ പെട്ടെന്ന് അതൊരു എഫക്റ്റ് ഉണ്ടായി. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ഭരണം തകിടം മറിയും. അധികകാലം ഇങ്ങനെ വൈദ്യുതിയും കുടിവെള്ളവും ഒക്കെ സൗജന്യമായി കൊടുത്തുകൊണ്ടൊരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ അത് അധികകാലം മുന്നോട്ട് പോകില്ല എന്ന് അന്ന് തന്നെ രാഷ്ട്രീയ വിദഗ്ധരെല്ലാം പറഞ്ഞിരുന്നതാണ്. സ്വാഭാവികമായും അതുതന്നെ സംഭവിച്ചു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഡെലിവറി ചെയ്യാനൊന്നുമില്ല. വൈദ്യുതി സൗജന്യമാക്കി, കുടിവെള്ളം സൗജന്യമാക്കി, ബസ് യാത്ര സൗജന്യമാക്കി. ഇതിനപ്പുറം ഇനി എന്ത് ചെയ്യാൻ കഴിയും? അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ അധികാരങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി. പഞ്ചാബിൽ പിന്നീട് ഭരണം പിടിച്ചുവെങ്കിലും പരിമിതമായ അധികാരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. മാത്രമല്ല സ്വാഭാവികമായി ഒരു രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനത്തെ എങ്ങനെയാണോ ഭരിക്കേണ്ടത് അങ്ങനെ ഭരിക്കുന്നതിൽ കേജ്രിവാൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഈ പറയുന്ന ചേരി നിവാസികളുടെ അവർക്കടക്കം വ്യാജ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു വിഭാഗം ജനതയെ ഒരു പരിധിവരെ, ഒരു ആൾക്കൂട്ടത്തെ, ഒരു ഓർഗനൈസ്ഡ് പാർട്ടി സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ലല്ലോ. മുകളിൽ നിന്നും താഴേക്ക് അതിൻ്റെ വ്യക്തമായ സംഘടനാ സന്ദേശം കൊടുക്കുന്ന സംഘടനാ ഘടനയൊന്നും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു വിഭാഗം ആളുകളെ അദ്ദേഹം കൊണ്ടു നടന്നു. അത് അധികകാലം പോവില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് ഒരു പരിധിവരെ ആദ്യ കാലഘട്ടത്തിൽ പിന്തുണ നൽകിയിരുന്ന ഒരു പ്രസ്ഥാനം എല്ലാവിധ ഒരു കൺവെൻഷണൽ പൊളിറ്റിക്കൽ ടാക്ടിക്സും മറികടന്നുകൊണ്ട് അവർക്ക് മീതെ വളരുകയാണ്. ഒരു ഒരു വടവൃക്ഷം ഇങ്ങനെ പുരയ്ക്ക് മീതെ വളരുന്നത് പോലെ ഇങ്ങനെ വളർന്നു പന്തലിക്കുകയാണ്. BJPക്ക് യാതൊരു തന്ത്രവും അങ്ങോട്ട് ഏൽക്കുന്നില്ല ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള തീവ്രമായ ഹിന്ദുത്വം പോലും പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വന്നു. ദില്ലിക്ക് പുറത്ത് പഞ്ചാബിൽ ഭരണം പിടിച്ചു. ഗോവയിൽ സാന്നിധ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ BJP തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ പൂട്ടാനുള്ള ഒരു ശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാലാവസ്ഥ, അതിനുള്ള പറ്റിയ സമയം അതെല്ലാം കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അഴിമതിയിൽ ചെന്നുപെടുന്നത് അരവിന്ദ് കെജ്രിവാൾ. ഈ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കുമാറെ. ഈ കഴിഞ്ഞ മോദി ടൈമിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു കാഴ്ച ഈ എങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ്. അന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത കർഷക സമരം പഞ്ചാബിൽ പൊട്ടിമുളച്ച് അത് രാജ്യ തലസ്ഥാനത്തെത്തി അവിടെ വളവും വെള്ളവും എല്ലാം ഒഴിച്ച് ഇതിനെ ഭീകരമായി വളർത്താൻ നോക്കി. പക്ഷേ അമിത്ഷായും മോദിയുമൊക്കെ ആ സമരത്തെ എങ്ങനെയാണ് നേരിട്ടതെന്നുള്ളത് ഭാരതം കണ്ടതാണ്. അത്തരത്തിലുള്ള ഇവരുടെ ഈ വികലമായ സമരമുറകളൊന്നും അവിടെ വിലപ്പോയില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല അതിനൊക്കെ കൂടെയുള്ള ആകെ ഒരു മറുപടിയായി ആം ആദ്മി പാർട്ടിക്ക് എന്ന പോലെ തന്നെ കോൺഗ്രസിനും കൂടെ കിട്ടി തിരിച്ചടി. ഈ ആം ആദ്മി പാർട്ടി ഈ പറഞ്ഞതുപോലെ മുഖം അങ്ങ് രക്ഷിച്ച് 1-2 സീറ്റിലെങ്കിലും പിടിച്ചെടുത്ത് 26 വരെ എത്തിച്ചു. കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല. അല്ലെ, വട്ടപൂജ്യനായി നിൽക്കുകയാണ്. അതെ, കോൺഗ്രസിൻ്റെ വോട്ടാണ് കാർന്ന് തിന്നുകൊണ്ട്
ആം ആദ്മി പാർട്ടി രംഗത്ത് വരുന്നത്. ആം ആദ്മി പാർട്ടി ഒരു താൽക്കാലിക കസ്റ്റോഡിയനായിരുന്നു കോൺഗ്രസിൻ്റെ വോട്ടുകളുടെ. അതിപ്പോൾ പൂർണ്ണമായും BJPയിലേക്ക് പോയി. അല്ല, ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസിന് ഒരു പുതുജീവൻ വന്നിട്ടുണ്ട്. പഴയ കോൺഗ്രസ് അല്ല, വീണ്ടും കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വരികയാണ്. ഈ രാഹുൽ ഗാന്ധി ഒരു തെല്ല് മാറിയിട്ടുണ്ട്. അദ്ദേഹം ഒരു നേതൃപാടവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ മറ്റ് അണികൾ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ BJP വല്ലാണ്ട് കോൺഗ്രസിനെ ഭയക്കേണ്ടി വരും. ഒരു ബദൽ സംവിധാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് വീണ്ടും വലിയ ശക്തിയായി തിരിച്ചു വരും എന്നുള്ള ഒട്ടേറെ കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം വിളിച്ചു പറഞ്ഞതാണ്. എന്നിട്ടും തുടർന്ന് വന്ന ഹരിയാന, മഹാരാഷ്ട്ര, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദില്ലിയിലും നമ്മൾ കാണുന്ന കാഴ്ച തിരിച്ചാണ്. എന്താണ് ഇതിൻ്റെ ഒരു സൂത്രവാക്യം? ഇല്ല, ഈ കോൺഗ്രസ് തിരിച്ചു വരുന്നു, BJP ഇനി കോൺഗ്രസിനെ ഭയക്കണം, കോൺഗ്രസിന് പിന്നിൽ മറ്റ് കക്ഷികൾ അണിനിരക്കുന്നു എന്നൊക്കെയുള്ളത് ചില മാധ്യമങ്ങൾക്കും PR ഏജൻസികൾക്കും പണം കൊടുത്തുണ്ടാക്കിയ ഒരു ഹൈപ്പ് മാത്രമാണ്. അതിൽ വസ്തുതയൊന്നുമില്ല. മരമണ്ടനായ ഒരു നേതാവിൻ്റെ മുഖം മിനുക്കി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടന്നത്. അതാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അതല്ലാതെ അതിൻ്റെ പിന്നിൽ ഒന്നുമില്ല. രാഷ്ട്രീയ അടിത്തറയില്ല. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇതാണോ, അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള മൂവ്മെൻ്റ് ആണോ? അങ്ങനെ ഒന്നും. പല സംസ്ഥാനങ്ങളിലും മുന്നണിക്കുള്ളിലുള്ളവർ രണ്ട് ചേരിയിലാണ്. അങ്ങനെ ഇതൊരു തട്ടിക്കൂട്ട് മുന്നണിയാണ്. ഈ മുന്നണി ഉണ്ടാക്കാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ചെലവാക്കിയത് കോടികളാണ്. ഈ കോടികളുടെ പിൻബലത്തിലാണ് ഇവർ തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചത്. ഇത് വെറുതെ ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് മാത്രമാണ്. പാർലമെൻറ്റിൽ മണ്ടത്തരം പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ നന്ദി രാഹുൽ എന്ന് എഴുതണമെങ്കിൽ ആ കോടികളുടെ പങ്ക് പറ്റിക്കൊണ്ട് തന്നെ ആവണം അത് എഴുതുന്നത്. പറയുന്നത് മണ്ടത്തരമാണെന്ന് ഈ രാജ്യം മുഴുവൻ കേൾക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ പല വിദേശ സന്ദർശനങ്ങളും നടന്നിട്ടുള്ളത്. വിദേശത്ത് നിന്ന് അദ്ദേഹം പച്ചയായി പകൽ വെളിച്ചത്തിൽ രാജ്യവിരുദ്ധത പ്രസംഗിച്ചു. ഇതെല്ലാം തീർച്ചയായും എന്താണ് ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, BJP ഭരണത്തിൽ നിന്ന് മാറി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്താണ് അപകടമെന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇതാണ് ഇവിടെ നടന്നത്. പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP ശക്തമായ വിജയം നേടുകയാണ്. അതിന് RSSൻ്റെ വർക്കാണ്. RSS ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നു. അതെല്ലാം ശരിയാണ്. പക്ഷേ എത്ര ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്താലും ജനപിന്തുണ അത് ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തീർച്ചയായും കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ BJPയുടെ വിജയങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഇവിടെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദില്ലിയിലെ ജനങ്ങൾ അവർ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ ഭൂരിഭാഗവും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം എടുത്ത ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെൻറ്റ് പ്രസംഗം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നു. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞതാണ്. ആ ഒരു തരംഗം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ബഡ്ജറ്റ് പ്രസംഗത്തെ ഒഴിച്ചു നിർത്തിയാലും പാർലമെൻറ്റ് പ്രസംഗത്തെ ഒഴിച്ചു നിർത്തിയാലും ഒരുപക്ഷെ BJPക്ക് ദില്ലിയിൽ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 48 സീറ്റുകളോളം നേടിക്കൊണ്ട് അധികാരത്തിൽ 8 സീറ്റിൽ നിന്നാണ് 48ലേക്ക് എത്തിയത്. 62 നിന്നാണ് 22ലേക്ക് ആം ആദ്മി പാർട്ടി കൂപ്പുകുത്തുന്നത്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോകാനുള്ള ഇന്ധനം നൽകിയത്, ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇന്ധനം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വാക്കുകൾ തന്നെയായിരുന്നു. ഈ ശീഷ് മഹൽ പോലുള്ള വിഷയങ്ങൾ വളരെ വിദഗ്ധമായി തന്നെ നരേന്ദ്രമോദിയും സംഘവും കൈകാര്യം ചെയ്തു. കഴിഞ്ഞ ദിവസം വിജയം ആഘോഷിക്കാനായി BJPയുടെ കേന്ദ്ര ആസ്ഥാനത്ത് ഒത്തുകൂടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ ശരീരഭാഷകളിൽ തന്നെ അത് പ്രകടമായിരുന്നു. മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയ വിജയം നേടിയിട്ട് പോലും അത്രമാത്രം സന്തോഷിച്ചിരുന്നില്ല ദേശീയ നേതൃത്വം. പക്ഷേ ദില്ലിയുടെ വിജയം, ആ ദില്ലിയിൽ നടന്ന, അല്ലെങ്കിൽ ദില്ലിയിൽ നേടാനായ പാർട്ടി 27 വർഷം ഒരു പാർട്ടി കാത്തിരുന്നു കൊണ്ട് പരസ്പരം ഇങ്ങനെ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പല പാർട്ടികളിലും പൊട്ടലും ചീറ്റലും ഉണ്ടാവുകയും പാർട്ടി രണ്ടായി പോവുകയും ഒക്കെ ചെയ്യും. അങ്ങനെയൊന്നുമില്ല. അടിസ്ഥാന വോട്ട് ബാങ്ക് തങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇതിനിടയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 100% സീറ്റുകളും വിജയിച്ചുകൊണ്ട് പാർട്ടി കാത്തിരുന്ന് ഒരു രാഷ്ട്രീയ അടവ്, അത് തക്ക സമയത്ത് അഴിമതി ആരോപണങ്ങൾ മറ്റേ പാർട്ടി നേരിട്ടപ്പോൾ അവർക്കെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ടായ ആ നിമിഷത്തിൽ തന്നെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് വിജയം പിടിച്ചെടുക്കുക. ഇത് തീർച്ചയായും പിടിച്ചെടുത്ത വിജയമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ BJPക്ക് മാത്രം സാധിക്കുന്ന ഒരു വിജയമാണ് ഇന്നലെ ദില്ലിയിൽ പിടിച്ചെടുത്തത്. അത് അവിടെയാണ് കുമാർ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ട് നമ്മൾ പറയുമ്പോൾ ഇത് ഒരുപാട് സന്ദേശം നൽകുന്നുണ്ട്. കാര്യം 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു NDA ഗവൺമെൻറ് ഭാരതത്തിൽ അധികാരമേറ്റത് മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്ന കുറേ മാജിക്കുകളുണ്ട്. ഇപ്പോൾ
ത്രിപുര ഒന്നും ഒരിക്കലും BJPക്ക് അടിപ്പെടില്ല എന്ന് കൊട്ടിഘോഷിച്ച് നടന്നവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ത്രിപുരയുടെ അവസ്ഥ എന്തായി? ഈ ത്രിപുരയും ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും സൗത്ത് ഇന്ത്യയിൽ വരെ ഒരു വേരോട്ടം നടത്തിയപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് രാജ്യ തലസ്ഥാനം ഒരിക്കലും ഇനി BJPക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. സുഷമാ സ്വരാജിന് ശേഷം BJPയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി അവിടെ ഭരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ കാലം അത് മാറ്റിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ 27 വർഷത്തിനപ്പുറം അവിടെ താമര തേരോട്ടം തന്നെയാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ഇത് വെച്ചുകൊണ്ട് നമുക്ക് കേരളത്തെ ഒന്ന് നോക്കിക്കാണുമ്പോൾ, ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ് കുമാരൻ നമുക്ക് പറയാൻ പറ്റുന്നത്? ഈ കാലാകാലങ്ങളിൽ നമ്മൾ പറയാറുണ്ട് BJP ഈ കേരളത്തിൽ ഇനി എന്നുള്ള കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതിനൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു ചിന്താഗതിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത മോഹൻ ഭാഗവത് ജിയുടെ അടിക്കടിയുള്ള കേരള സന്ദർശനത്തിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. എന്താണ് കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ അതെല്ലാം ശരിയാകുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ ഈ രാഷ്ട്രീയപരമായി ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ഇതിനൊരു കൺക്ലൂഷൻ പറയാനുള്ളത്? ഇല്ല, കേരളത്തിൽ ഒരു സാമൂഹിക അന്തരീക്ഷം, രാഷ്ട്രീയ മാറ്റത്തിന് മുന്നേ ഒരു സാമൂഹിക മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം ഉണ്ടാകുന്നതിന് ശേഷം മാത്രമേ, ഇപ്പോൾ ത്രിപുരയിലായാലും ആ ഒരു സാമൂഹിക മാറ്റത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെയെല്ലാം ഒരു പൊളിറ്റിസൈസ്ഡ് സൊസൈറ്റി അല്ല. അവർ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവും, വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്ന സമയത്ത് അവർ അവരുടേതായ ചില ആവശ്യങ്ങളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ പ്രാഥമികമായി തന്നെ രാഷ്ട്രീയം ഒരു വിഷയമാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് മുകളിൽ ജാതി ഒരു വിഷയമാണ്, മതം ഒരു വിഷയം. മതം ഒരു പരിധിവരെ വിഷയമല്ല, പക്ഷേ ജാതി ഒരു വിഷയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചില വിഭാഗങ്ങൾക്കിടയിൽ മതം ഒരു വിഷയമാണ്. ഇങ്ങനെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്വാധീനമുണ്ട്. ഈ ന്യൂനപക്ഷ മതങ്ങളെല്ലാം ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്കാണ്. ഇപ്പോൾ മുസ്ലിം ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക്, ക്രിസ്ത്യൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക്, അത് ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ യാതൊരു കാരണവശാലും ഒരു മൂന്നാം കക്ഷിയിലേക്ക് ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ പോകരുത് എന്നൊരു ഫോർമുല ഇവിടെ ഇപ്പം കേരളത്തിലെ ആദ്യകാല രാഷ്ട്രീയ നേതാക്കന്മാർ അവർ ചെയ്തു വെച്ച ഫോർമുലയാണ്. അത് ഈ പിൻതലമുറക്കാർക്ക്, അവരുടെ തന്നെ പിൻതലമുറക്കാർക്ക് എത്ര കാലം കൊണ്ടുപോകുമെന്ന് കണ്ടറിയണം. അങ്ങനെ എന്ന് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുമോ കൃത്യമായ വികസന രാഷ്ട്രീയത്തിലേക്ക് കേരളം എന്നാണോ വരിക അന്ന് മുതൽ മാറി തുടങ്ങും. അത് BJP അല്ല, വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും, ആം ആദ്മി പാർട്ടി ആയാലും. ഇപ്പോൾ ഇത്രയും അധികം വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. കേരളത്തിലെ കോൺഗ്രസും മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റും എല്ലാം പിന്താങ്ങുന്ന, കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയ നേതാക്കളൊക്കെ ആം ആദ്മി പാർട്ടിക്കാണ് ദില്ലിയിൽ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആം ആദ്മി പാർട്ടി കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20 സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ഏത് സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിക്കുക? അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാര്യം പറയാൻ പറ്റേ, നോട്ടയ്ക്കും പിന്നിലാണ് ഡൽഹിയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥാനം അത് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് കേന്ദ്ര നേതാക്കൾക്ക് വോട്ട് ചെയ്യാൻ അവിടെ ഒരു സ്ഥാനാർത്ഥിയില്ല, സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥിയില്ല. അപ്പം അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ വലിയ മാറ്റം വരണം, വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റം വരണം. തീർച്ചയായും എങ്കിലൊരു മൂന്നാം കക്ഷിക്ക് സാധ്യതയുണ്ട്. അവിടെ കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ആ സമയത്ത് BJPക്ക് നിൽക്കാനായാൽ BJPക്കും സാധ്യതയുണ്ട്. ഒരു 10-15 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു ഭാരതമുണ്ടായിരുന്നു. കാര്യം എന്തും കാണിച്ച് വോട്ടർമാരുടെ കണ്ണ് മഞ്ഞളിപ്പിക്കാവുന്ന ഒരു ഭാരതം. സമയമാകുമ്പോൾ അവർക്ക് വോട്ടും വാങ്ങി പിന്നീട് ഒരു 5 കൊല്ലം അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളുടെ കാലത്താണ് ഈ ലോകം ജീവിക്കുന്നത്. സത്യമായി ഓരോരുത്തരുടെയും വിരൽത്തുമ്പിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം, ജനങ്ങൾക്കറിയാം, അവർക്ക് ഈ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ആർക്ക് നേരെ അവരുടെ വിരൽ ചൂണ്ടണം എന്നുള്ളത്. അത് കൃത്യമായി ചൂണ്ടി എന്നുള്ളത് തന്നെയാണ് ദില്ലി നൽകുന്ന സൂചന. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ സൂചനകൾ തുടരും. നമസ്കാരം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.